ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഗുഡ് മോർണിംഗ്, എന്തുണ്ട് വിശേഷം? സോ പുതിയൊരാഴ്ചയിലേക്ക് കിടക്കുകയാണ്. സോ നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ വ്യൂ ഒന്ന് മനസ്സിലാക്കാം. ആൻഡ് ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ഈ ഒരു ദിവസം റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സോ ഗ്ലോബൽ മാർക്കറ്റ്സ് ടോട്ടലി നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഇന്ന് വലിയൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരിക്കും നമുക്ക് നിഫ്റ്റിയിലും കാത്തിരിക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി 975 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. യൂറോപ്യൻ മാർക്കറ്റ്സ് എല്ലാം ടോട്ടലി ഡൗൺ സൈഡാണ് ക്ലോസ് ചെയ്തത്. ആൻഡ് നമ്മുടെ നിഫ്റ്റി നിലവിൽ 731 പോയിന്റ്സാണ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നത്. സോ നമ്മൾ നിഫ്റ്റിയിൽ ഞാനൊരു വ്യൂ പറഞ്ഞിരുന്നു, ശനിയാഴ്ചത്തെ വീക്കിലി വീഡിയോയിൽ പറഞ്ഞിരുന്നു 23,720 എന്നുള്ള ഈ സോണിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. സോ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ഏരിയയിലേക്ക് തന്നെയായിരിക്കും മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. നോക്കുകയാണെങ്കിൽ തന്നെ മോസ്റ്റ്ലി ആ ഒരു ഏരിയ, ആ ഒരു സോൺ 969 700 പോയിന്റ് 690 700 പോയിന്റ്സിന് ഡൗൺ സൈഡ് 2% ഡൗൺ സൈഡിനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാൻ കഴിയും. ആൻഡ് മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു ഡിമാൻഡ് സോണിൽ നിന്നും ഡൗൺ സൈഡ് വരികയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി എടുത്ത് മുകളിലോട്ട് വന്നില്ലെങ്കിൽ, ഇന്നത്തെ ക്ലോസിങ് കുറച്ച് ബെറ്റർ ആയില്ലെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ചകളിൽ നിഫ്റ്റി കുറച്ചും കൂടെ ഡൗൺ സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മറിച്ചും നിഫ്റ്റി ഇന്നത്തെ ആ ഡൗൺ സൈഡ് റിക്കവറിക്കുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, മേജർലി ഉള്ള ക്രാഷുകളെല്ലാം കഴിഞ്ഞു എന്ന് ഞാൻ കരുതും. എന്തായാലും ഇന്നത്തെ ഒരു ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിനെ മാറ്റാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്തായാലും ഡൗൺ സൈഡ് വരട്ടെ, മാർക്കറ്റ് ഓപ്പൺ ആവട്ടെ. എന്തായാലും നിങ്ങൾ പലരും ട്രേഡ് ചെയ്യുന്ന ആണെങ്കിൽ ഇപ്പോൾ സ്വിംഗ് ട്രേഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് മൊമെൻറ്റം ട്രേഡിങ്ങും അല്ലെങ്കിൽ ഒരാഴ്ച ഹോൾഡ് ചെയ്ത് വിൽക്കാമെന്നുള്ള മാനസികാവസ്ഥയിൽ നിന്ന് മാറി ഈ മീഡിയം ടേം ട്രേഡിങ്ങിലേക്ക് കുറച്ച് ഈ ഒരു അവസ്ഥ മാറുന്നവരേക്ക് മാറുക. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് വാങ്ങുന്നെങ്കിൽ തന്നെ മീഡിയം ടേം ഹോൾഡ് ചെയ്യാൻ കണക്കാക്കിയിട്ടൊക്കെ വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അതായത് 1-2 തവണയായിട്ട് ആവറേജ് ഒക്കെ ചെയ്ത് കുറച്ച് മാസം ഹോൾഡ് ചെയ്യാൻ കണക്കാക്കിയിട്ടൊക്കെ സ്റ്റോക്സ് വാങ്ങുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ് വിൽക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഹോൾഡ് ചെയ്തിട്ട് വിൽക്കാം. അങ്ങനത്തെ മൈൻഡ് സെറ്റിൽ ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നത് ലോസിലേക്ക് കടത്തും. കാര്യം സ്റ്റോപ്പ് ലോസ് ഫണ്ടിങ് ഒക്കെ അതിഭയാനകമായ രീതിയിലുണ്ടാവും. അപ്പം മാക്സിമം സ്റ്റോപ്പ് ലോസ് അടിക്കാനാണ് പോസിബിലിറ്റി. അപ്പോൾ എൻ്റെ കാര്യവും തന്നെയാണ് ഞാൻ പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ അങ്ങേ ആഴ്ചയൊക്കെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മൊമെൻറ്റം ട്രേഡ് ഇതേപോലത്തെ മൊമെൻറ്റം ക്യാച്ച് ചെയ്യാൻ നോക്കിയ ട്രേഡ്സ് മിക്കതും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ഉണ്ടായത്. സോ അതാണ് ഞാൻ പറയുന്നത്. ആൻഡ് മീഡിയം ടേം ട്രേഡ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾഡും ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ലെവൽസിൽ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ 3-4 മാസമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്, കഴിഞ്ഞ 8 മാസമായിട്ട് പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നല്ല ലോവർ ലെവൽസിൽ വരുമ്പോഴത്തേക്ക് സ്റ്റോക്സ് പതുക്കെ ആഡ് ചെയ്യും. ആൻഡ് അവിടെ നിന്നും റിക്കവറിയിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് എടുക്കും. മീഡിയം ടേം ഫോക്കസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും ബെറ്റർ. ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ഒരു വ്യൂ ആയിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട ന്യൂസസ് എന്ന് പറയുന്നത്, അപ്പോൾ ക്വാളിറ്റി വോൾസിൻ്റെ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന അറിയായിരിക്കും, അവിടെ കമ്പനിയുടെ ലോസ് അത്യാവശ്യം കൂടിയതായിട്ട് കാണിക്കുന്നുണ്ട്. ടോട്ടൽ ഇൻകം ഫോൾ ചെയ്തിട്ടുണ്ട്. എന്തായാലും കമ്പനി റിക്കവറിയിലേക്ക് വരട്ടെ. പിന്നെ SML മഹീന്ദ്രയുടെ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിൻ്റെ മന്ത്ലി ഓട്ടോ സെയിൽസ് വരെ എക്സ്പോർട്സിനും പ്രൊഡക്ഷൻ സൂം ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോട്ടൽ സെയിൽസിനും അത്യാവശ്യം ഗ്രാജുവൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മാക്സ് എസ്റ്റേറ്റ്സിനാണെങ്കിൽ 6 അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഒരു 10 ഏക്കർ പ്രൊജക്റ്റിൻ്റെയാണ്. 2.5 മില്യൺ സ്ക്വയർ ഫീറ്റ് പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊജക്റ്റ്, 2000 കോടിയോളം സെയിൽസ് പൊട്ടൻഷ്യലുള്ള ഒരു പ്രൊജക്റ്റിനാണ് മാക്സ് എസ്റ്റേറ്റ്സിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ളത്, യെസ് ബാങ്കിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ആണ്. വിനയ് മുരളീധരനെ MD ആൻഡ് CEO ഓഫ് യെസ് ബാങ്ക് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ റെഡ്ഡിക്ക് ആണെങ്കിൽ ഒരു ആശ്വാസകരമായ ന്യൂസ് ഉണ്ട്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് അവർക്കെതിരെ നടത്തിയിരുന്ന ഒരു എൻക്വയറി ആക്ഷൻ, അത് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് ആക്ട് പ്രകാരം FCPA പ്രകാരം നടത്തിയിരുന്ന എൻക്വയറി ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മേജർലി കമ്പനിക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കാര്യം കമ്പനിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ഇതെന്ന് പറയുന്നത്, യുക്രൈനിലെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ അവർ ബ്രൈബ് ചെയ്യാൻ നോക്കി എന്നുള്ളൊരു അലിഗേഷൻ്റെ പേരിൽ ഒരു അനോണിമസ് കംപ്ലയിൻറ്റ് വന്നതിൻ്റെ പേരിൽ ഡോക്ടർ റെഡ്ഡിക്കെതിരെ ഒരു US FDA നടത്തിയ അന്വേഷണം അവസാനിപ്പിച്ചതായും, ആൻഡ് പ്രത്യേകിച്ച് തെളിവുകളൊന്നും ഇല്ലാതെ കമ്പനിക്ക് അനുകൂലമായി തന്നെയാണ് അത് അവസാനിച്ചിരിക്കുന്നതാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ അതൊരു പ്രധാനപ്പെട്ട ന്യൂസായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം എന്തായാലും മാർക്കറ്റിൽ ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്നതുകൊണ്ട് വലിയ സ്റ്റോക്സ് ഒന്നും ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. മാർക്കറ്റിന് ആ ഒരു അവസരം, മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ഒരു അവസരം ഞാൻ കൊടുക്കുക. വെയിറ്റ് ചെയ്തിട്ട് തീരുമാനം എടുക്കാം. ഇപ്പം സ്ട്രോങ് ക്ലോസിങ്ങുള്ള 1-2 സ്റ്റോക്കുകളൊക്കെ നമ്മളെ വാച്ച് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് ആസ്ട്ര മൈക്രോവേവ് ഞാൻ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം ഇതൊന്നും വളരെ സ്ട്രെങ്ത്തിൽ ഒന്ന് ക്ലോസ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ വാച്ച് ലിസ്റ്റ് എടുത്ത് വച്ചിട്ടേ ഉള്ളൂ. നമുക്കൊരു ട്രേഡബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്കത് വാച്ച് ചെയ്ത് തീരുമാനങ്ങൾ എടുക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇക്സിഗോ കണ്ടിട്ടില്ലേ, മന്ത്ലി ക്യാൻഡിൽ നോക്കി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ആൻഡ് എൻ്റെ കുറച്ച് ക്വാണ്ടിറ്റി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇക്സിഗോ എന്ന് പറയുന്ന സ്റ്റോക്കിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗിൽ ഏതൊക്കെ സ്റ്റോപ്പ് ലോസ് അടിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. അത്യാവശ്യം മോശം അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഏതൊരു ട്രേഡറിനെയും സംബന്ധിച്ച്. സോ നിങ്ങൾ ഇപ്പോൾ ലോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഇൻവെസ്റ്റർ ആണ്,
ഇപ്പോൾ നിങ്ങൾ ലോസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. എല്ലാവരുടെ പോർട്ട്ഫോളിയോ 10-20% അല്ലെങ്കിൽ 30% ഒക്കെ ഡൗൺ സൈഡ് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ബാഡ് ടൈം, അതായത് ഒരു ക്രാഷ് ടൈമിൽ എല്ലാ പോർട്ട്ഫോളിയോസ് ഡൗൺ തന്നെയായിരിക്കും, നിങ്ങൾ ഒറ്റയ്ക്കല്ല. സോ വളരെ ഫണ്ടമെന്റലി നല്ല സ്ട്രെങ്ത് ഉള്ള കമ്പനികളിലാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്ററായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അത് മാർക്കറ്റ് എന്തായാലും ഈ ഒരു ഫേസും കടന്നു പോകും. അപ്പോൾ അതിൻ്റെതായ റിട്ടേൺസ് നിങ്ങൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ അതിൻ്റെതായ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. സോ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ ഹോൾഡ് ചെയ്യുക. എന്തായാലും ഈ ഒരു പ്രതിസന്ധി കാലഘട്ടം എല്ലാം കഴിഞ്ഞു പോകും. ആൻഡ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് ലിങ്ക് എല്ലാം. പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പഴയ ചാനൽ ഡിലീറ്റ് ആയതിനു ശേഷം പുതിയ ചാനലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടെലിഗ്രാം ഈ ചാനൽസിൽ സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധിച്ച ന്യൂസ്, നല്ല നല്ല കമ്പനികളുടെ സ്വിംഗ് ട്രേഡിംഗ് സാധ്യതകളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്തായാലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം. മോസ്റ്റ്ലി 98 മെമ്പേഴ്സ് ഇപ്പോൾ നിലവിലായിട്ടുണ്ട് കഴിഞ്ഞ ചാനൽ പോയതിനു ശേഷം. അപ്പോൾ എല്ലാവരും മാക്സിമം പേര് ജോയിൻ ചെയ്യാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ റീച്ച് ചെയ്യാം. ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.